Start camera. Take one. I'm preparing for the war, bro. You go there and fight like a Hercules. തിരിഞ്ഞു കിടന്നാൽ ഞാൻ മസാജ് കൂടെ ചെയ്തു തരാം. What? Start camera. Take two. എന്റെ സ്മോൾ ബോക്സേ, ഞാനാണെങ്കിൽ എൻ്റെ കസിനോട് പറഞ്ഞതാ ഈ വീഡിയോ ഇടരുതെന്ന്. അപ്പൊ എൻ്റെ കസിനാണ് എന്നെ നിർബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും വീഡിയോ ഇടുന്നതെന്ന്. അപ്പൊ എൻ്റെ കസിൻ കാണുന്നുണ്ട്, ദയവേത് ഈ വീഡിയോ ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത്. അന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാകണ്ടായിരുന്നു. കാരണം ഇത്രയും വീക്കിൽ എടുത്ത് വെക്കണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് മിസ്സാകണ്ടായിരുന്നു. ഒരു വിധത്തിലാണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയത് എൻ്റെ സ്മോൾ ബോക്സേ. ഞാനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇട്ടല്ല, ഞാനല്ല, എൻ്റെ കസിനാണ് ഇട്ടത്. സോറി സ്മോൾ ബോക്സേ, സോറി. തിരുമല മുരുകനിക്ക് കൊണ്ടാട്ടോ. സോറി റീലല്ലല്ലോ സ്മോൾ ബോക്സ്. അപ്പൊ എന്തായാലും ഞാനൊരു 10 ഏത്തം അങ്ങോട്ട് തരും. എൻ്റെ സ്മോൾ ബോക്സ് അത് അങ്ങോട്ട് എടുത്തേ പറ്റൂ. 1 2 ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തംബ്നെയിലും ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ നമ്മുടെ ബിഗ് ബോസിൽ ഒരു പുതിയ ലവ് സ്ട്രാറ്റജി വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താന്നുള്ളത് ഈ എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാൻ പൊട്ടിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോന്റെ, അതായത് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു ചെറിയൊരു റിവ്യൂ കൂടിയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ കമന്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഞാൻ നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ററാക്ഷൻ ആണ്. അത് കമന്റിലൂടെ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ യെസ്റ്റർഡേ എപ്പിസോഡ് എന്ന് പറയുന്നത് സാറ്റർഡേ ആയിരുന്നു. നമ്മുടെ ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡായിരുന്നു. സോ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിയ ഫയറിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഒരു മീഡിയം ലെവലിലാണ് പോയത്. പിന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ ആയിരുന്നു. സോ ആളൊരു അടിപൊളി ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ഈ ഓണം ആയതുകൊണ്ടാണോ അതോ ഈ ഒരു സീസണിൽ ഫുൾ അങ്ങനെയാണോ, കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടാണല്ലോ നോർമലി വരുന്നത്. പക്ഷെ ഇനി ഈ ഒരു സീസണിൽ അങ്ങനെയാണോ പുള്ളി വരാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് അടിപൊളിയായിരുന്നു. കുറെ 6-ാം തമ്പുരാനും അങ്ങനത്തെ പല മൂവീസ് നമ്മളുടെ മുഖത്ത് കൂടെ മിന്നി മാഞ്ഞു പോകും. സോ ആളിങ്ങനെ വരുമ്പോൾ ലൈക്ക് ആൾക്ക് നല്ല അടിപൊളിയാണ് മുണ്ടും ഷർട്ടും. എനിക്ക് കോട്ടൊക്കെ ഇടുന്നേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ വന്നത്. സോ എനിക്ക് അതാണ് ഫസ്റ്റ് തന്നെ എടുത്തു പറയാനുള്ളത്. സോ പിന്നെ കൂടുതലായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് നടന്നിട്ടില്ല. കാരണം അത്ര ഫയറിങ്ങും അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ അത്രയ്ക്ക് നടന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ ജിസേലിന്റെ കാര്യം ചോദിച്ചു. അതായത് മേക്കപ്പ് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ജിസേല് പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ലാലേട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോ നമ്മുടെ ലാലേട്ടൻ ജിസേലിട്ട് ഒരു അടിപൊളി പണി കൊടുത്തു. അതായത് ജിസേലിന്റെ പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. സോ അത് മുംബൈയിലേക്ക് അയക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോ ജിസേലിന്റെ ഭയങ്കര ഫുൾ കോൺഫിഡൻസ് പോയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ജിസേലിന്റെ കോൺഫിഡൻസ് മേക്കപ്പ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം എല്ലാം മേക്കപ്പ് സാധനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കുറച്ച് ലിപ്സ്റ്റിക് ടിഷ്യൂവിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ജിസേലിന്റെ ഓവറോൾ കോൺഫിഡൻസ് പറയുന്നത് മേക്കപ്പിലും ഡ്രസ്സിങ് സ്റ്റൈലിലും ഒക്കെ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ അവിടെ ഇടിച്ചിടുകയാണ് കേട്ടോ സംഭവം ഇത് അങ്ങനെ പോയിട്ട്. പക്ഷെ ഇന്നലെ ജിസേലിനെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ അപ്പം ഈ പേര് കൊടുക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. അപ്പം ജിസേലിന് ആരും പേര് കൊടുത്തില്ല. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പേര് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു എനിക്കാരും പേര് തന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ചുപേരൊക്കെ എണീറ്റ് ഇരുന്നിട്ട് ബാബി ഡോളാണോ എനിക്കറിയില്ല. അപ്പൊ ഞാൻ കേട്ടായിരുന്നു. അതായത് ശ്രീദേവി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ ഒനീലാണോ അക്ബറാണോ ഒനീൽ എണീറ്റിരുന്നിട്ട് പറയുന്നുണ്ട് ശ്രീദേവിനെ പോലെ ഉണ്ട്. സോ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ രേണു ചേച്ചി പറഞ്ഞു ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞു. പിന്നെ മേക്കപ്പ് കട്ടോണ്ട് വന്ന മേക്കപ്പ് കള്ളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊരു തമാശ പോലെയൊക്കെ തന്നെയായിരുന്നു. സോ ജിസേലിന്റെ ഭാഗം അങ്ങനെയാണ്. പുള്ളിക്കാരിക്ക് പിന്നെ ചായ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഞാനെന്നാ ഒരു പശുവിനെ കൊണ്ട് തരാന്നൊക്കെ
പറയുന്നുണ്ടായിരുന്നു. സോ പശുവിനെ കൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ജിസയിൽ രാവിലെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നു, കറക്കുന്നു, അതൊക്കെ നമുക്ക് കാണാമായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ നെവിൻ കള്ളത്തരം നെവിൻ കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നെവിന്റെ ഒരു പണി, അതായത് പണിപ്പുരയിലേക്ക് നെവിൻ ഇനി പോവാൻ പാടില്ല, ഒരു ഗെയിമിലും പോകരുത്. ലൈക് നെവിൻ അവിടെ ഒരു തമാശ കൊണ്ടുവന്നതാണ് ലാലേട്ടൻ്റെ അടുത്ത്. പക്ഷെ ലാലേട്ടൻ നല്ലൊരു എട്ടിന്റെ പണി കൊടുത്തു. അതായത് ഇനി പണിപ്പുരയിലേക്ക് നെവിന് പോവാനായിട്ട് ഇതില്ല. പിന്നെ അവിടെ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു, ഇന്നലത്തെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിന്നത് നമ്മുടെ രേണു ചേച്ചിയായിരുന്നു. അപ്പം രേണു സുധീന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അക്ബർ കൊടുത്ത പേര് സെപ്റ്റി ടാങ്ക് എന്നുള്ള പേര് കൊടുത്തപ്പോ എന്താണ് തോന്നുന്നത്. അപ്പം ആളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് പറഞ്ഞത്. അതായത് നമുക്കൊക്കെ ആണെങ്കിൽ പോലും ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ ഇത്രയും ആൾക്കാരുടെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു പേര് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഭയങ്കര ചമ്മി നാറും അല്ലേ. സോ പുള്ളിക്കാരി അത് ഫ്രം ഹാർട്ടിൽ നിന്ന് തന്നെ അതേ ഒരു എക്സ്പ്രഷൻ മുഖത്തിട്ടാണ്, ഞാൻ ചമ്മി നാറില്ല ലേട്ടാ, ഇത്രയും പേര് കേൾക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞു. സോ അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് വന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അക്ബറിനെ തിരിച്ച് വേട്ടപ്പട്ടി എന്നാണ് പുള്ളിക്കാരി പേരിട്ടത്. പക്ഷെ ആ കാര്യം ചോദിച്ചില്ല, അവിടെ ആരും ചോദിച്ചില്ല. പിന്നെ കുറെ പേരുകൾ ലാലേട്ടൻ എടുത്തിരുന്നു. കാരണം അനീഷിനെ മുള്ളം പന്നിന്നും പിന്നെ ബാബി ഡോളെന്നും മറ്റേ അനുമോളിനെ വിളിച്ചതും പിന്നെ പൂമ്പാറ്റയെന്ന് മറ്റേ നൂറ ആദില അവരെ വിളിച്ചതും അതൊക്കെ അങ്ങനത്തെ കുറെ നല്ല പേരുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവര് അനീഷിനെ അപ്പിന്ന് വിളിച്ചതും നന്നായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അവർ ആദില നൂറ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവർ കളിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാവരും കളിക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഒരു ചെറിയൊരു കൊട്ട് എല്ലാവർക്കും കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ കൊട്ട് കിട്ടിയത് നമ്മുടെ രേണു ചേച്ചിക്കായിരുന്നു. കാരണം രേണു ചേച്ചി വീക്ക്ലി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചോദിച്ചു, അങ്ങനെ വീഡിയോ ഇടുന്നത് അത് റൂളിനെതിരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല എൻ്റെ കസിനാണ് ഇട്ടത്. പക്ഷെ PR ആണെന്ന് നമുക്ക് അറിയാമല്ലോ. സോ പുള്ളിക്കാരി അപ്പൊ തന്നെ എടുത്ത് ഡയറക്ട്ലി പറഞ്ഞു, ഇല്ല എൻ്റെ കസിനാണ് ഇട്ടത്, അല്ലാതെ വേറെ ആരും ഒന്നും അല്ല ഇട്ടത്, കസിനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഇതാണ്. അപ്പം ലാലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ജയിക്കാനോ തോക്കാനോ ഒന്നും പോകുന്നില്ല. സോ അത് ഉള്ളൊരു രീതിയിൽ തന്നെ അപ്പം രേണുവിന് അത് നല്ല ഫീൽ ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. സോ അങ്ങനെ രേണുവിനോട് അങ്ങനെ പറഞ്ഞു. അതിനുശേഷമാണ് രേണു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് കുറച്ചൊരു ഒരു സിംഗിൾ സ്ട്രാറ്റജി കണ്ടന്റ് നമ്മുടെ രേണു ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രോയില്, നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പൊ പുള്ളിക്കാരിയുടെ കസിൻ ഇട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ PR കാരല്ല എന്നല്ല, നമുക്കും കുറെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ നമുക്കും കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് കുറെ നമ്മളിങ്ങനെ ചെയ്യല രേണുവിന്റെ വീഡിയോ അങ്ങനെ ഇടലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ്. പക്ഷെ നമ്മളൊരു പർട്ടിക്കുലർ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളൊരു കോമഡി പേർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നെഗറ്റീവ് അടിച്ച് ചെയ്യുന്നതൊന്നും അല്ല നമ്മുടെ വീഡിയോസ്. സോ അങ്ങനെ പിന്നെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ആരാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രഞ്ജിത്ത്, അതുപോലെ തന്നെ സരിക, പിന്നെ ഒനിയില്, ഇവര് മൂന്നുപേരും കിച്ചൺ ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വന്ന് കണ്ടന്റ് തരാനില്ല. റെന ഫാത്തിമ പോയിട്ടൊരു അടി വെച്ചപ്പോ ആ ഒരു അടിയിൽ മാത്രം, അതുകൊണ്ട് അവസാനത്തെ അടിയിൽ അവരുണ്ടായിരുന്നു. സോ അല്ലാതെ കിച്ചൺ ടീം ആയതുകൊണ്ട് അവർക്ക് അവിടെ പിടിപ്പത് പണി ഉള്ളത് കൊണ്ട് അവര് വന്നില്ല. സോ അങ്ങനെ അവരുടെ കാര്യം അതായിരുന്നു ചോദിച്ചത്. പിന്നെ ഷാനവാസിന് വയ്യാത്തൊരു, ഷാനവാസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഹീറോ ഒരു പരിവേഷത്തിലേക്ക് വരും. കാരണം പുള്ളി അടി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാലും അതൊരു നോർമൽ വേല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെയൊന്ന് ഭയങ്കര സിമ്പിൾ സില്ലി പോലെ അതങ്ങ് ഒഴിവാക്കി വിടുന്ന ഒരു ക്യാരക്ടറാണ്. സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ഹീറോയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ്. ബട്ട് ഷാനവാസിന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഹാർട്ട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ അറിയാം, അവർ കുറെ നല്ല പണികളാണ് കൊടുക്കുന്നത്. ലൈക്ക് ഗെയിംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തിരി എഫേർട്ട് വേണ്ട ഗെയിംസ് ഒക്കെ തന്നെയാണ്. സോ അപ്പം ഇങ്ങനെ ഉറങ്ങാതിരിക്കുക, അല്ലെ ഫുഡ് കിട്ടാതിരിക്കുക എന്നൊക്കെ വരുമ്പോൾ ആൾക്ക് അത് ഇഷ്യൂ ആകും. ചിലപ്പോ ഷാനവാസ് പല കണ്ടസ്റ്റന്റും വയ്യാതെ ഇറങ്ങി പോയതുപോലെ അങ്ങനെ ചിലപ്പോൾ ക്വിറ്റ് ചെയ്യേണ്ട വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. സോ ഷാനവാസ് ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. 100 days നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെന്താണ്, പിന്നെ അത്രയ്ക്കും അതിനകത്ത് പറയേണ്ട തക്ക കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും നമുക്ക് എടുത്തു പറയാനുള്ള അത്രയും വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡില്.
സോ നമ്മുടെ തമ്മയിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ലവ് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ലൈവ് കാണുന്നവർക്കറിയാം. സോ ലൈക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ആര്യനാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. സോ ആര്യനും ഇതുവരെ ഇപ്പോ ഗെയിം ഒക്കെ ആര്യൻ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ പക്ഷെ ആൾക്ക് ഒരു ഗെയിം സ്ട്രാറ്റജി ഇതുവരെയും ആൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. സോ ആള് ന്യൂറേനെ ഒന്ന് ട്യൂൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. സോ ആള് ന്യൂറേനെ നോക്കുന്നതും നമ്മൾ ലൈവില് കുറച്ച് സമയം എടുത്ത് അത് അപ്പൊ ആര്യനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അത് കാണിക്കുന്നുണ്ട്. സോ ന്യൂറേനെ ആര്യൻ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോ ന്യൂറയ്ക്ക് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോ നൂറ ആദില എന്ന് പറയുന്ന ആ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പോലും അവരും ഒരു കണ്ടന്റും തരുന്നില്ല. അവർ എവിടെയെങ്കിലും ഇടയ്ക്ക് പോയിരുന്ന് സംസാരിക്കുന്നു. അപ്പം അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ തമ്മിൽ ഒരു അടി വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം. ഒരു 30 എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ അവർ തമ്മിൽ അടി ഉണ്ടാക്കി അവർ പിരിഞ്ഞു എന്നുള്ളതും. അപ്പം ഇവൻ ആര്യൻ എന്താണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവര്. സോ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പുള്ളിക്കാരിക്ക് ഒരു ആണിനെ സ്നേഹിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ആര്യൻ എന്തായാലും അറിയാതിരിക്കില്ല. സോ ആള് സ്ട്രാറ്റജി ഇടുന്നതാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ളത് ഇതാണെങ്കിൽ ഇത് ലൈക്ക് വർക്ക്ഔട്ട് ആകാനായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാണും. കാരണം അവർ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ താമസിക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. അവരൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. സോ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ കയറി പറ്റണം എന്നുള്ളതാണ് ആര്യൻ. പിന്നെ ഇപ്പം ഇവർ രണ്ടുപേരും സ്ട്രാറ്റജീസ് ആണെങ്കിൽ ചിലപ്പോ എന്താണ് അത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ നമ്മളെ പോലെ വ്യൂവേഴ്സിന് എന്താണ് കുറച്ചൊരു സംഭവമാണല്ലോ. അതൊരു നല്ലൊരു അടിപൊളി കണ്ടന്റ് തന്നെയാണ്. സോ ഇങ്ങനെ ആര്യൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. കാരണം ആര്യൻ അവരുടെ ഇടയ്ക്കൊക്കെ പോയിരുന്ന് സ്പേസ് കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സോ ആര്യനുമായിട്ട് നമ്മുടെ അനുമോൾക്ക് ആര്യനോട് ഒരു ചെറിയ ക്രഷൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അനുമോൾക്ക് ഒരു ക്രഷ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. സോ പുള്ളിക്കാരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ. സോ ആര്യൻ അടിപൊളിയാണ്, നല്ല ഗ്ലാമറസ് ആയിട്ട് നല്ല അടിപൊളി ബോയാണ്. സോ അതുപോലെ തന്നെ ന്യൂറ നല്ല രസമാണ്. അപ്പം ഇപ്പൊ ഉള്ള കണ്ടസ്റ്റന്റിൽ നമുക്ക് എടുത്ത ഏറ്റവും അടിപൊളി ആരാന്ന് ചോദിച്ചാൽ കാണാൻ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറ എന്ന് പറയാം. സോ പിന്നെ പുള്ളിക്കാരിയുടെ സംസാരമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ആരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പിലുള്ള ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആര്യൻ നൂറേനെ നോക്കണേ. സോ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ലൈവ് കാണുന്നവർക്കായിരിക്കും അത് മനസ്സിലാവുന്നത്. സോ ചില ക്യാമറ ഒക്കെ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ആ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവോ ഇല്ലയോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.